നമ്മൾ സംസ്കൃതത്തിൽ സംഖ്യകൾ എഴുതുന്ന സമയത്ത് മലയാള ഭാഷയിൽ സംഖ്യകൾ വായിക്കുന്നത് 1947 എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലെ. പക്ഷെ സംസ്കൃതത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാവും എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഒറ്റ 10 100 എന്ന് നമ്മൾ കണക്കിൽ പറയുന്നില്ലേ, അതുപോലെയാണ് നമ്മൾ സംസ്കൃതത്തിൽ എഴുതുക. ആദ്യം എന്ത് ചെയ്യും, എത്രയാണോ കൂട്ടേണ്ടത് അതിനെ ഇപ്പൊ 1947 ആണെങ്കിൽ ആദ്യം 47 എടുക്കും, പിന്നീട് 900 എടുക്കും, പിന്നീട് 1000 എടുക്കും. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അതെങ്ങനെ എഴുതാം? അതിനു മുന്നേ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് എത്രയാണെന്നുള്ളത് നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പൊ ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ. ഓക്കെ, ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ എന്നിങ്ങനെ 10 നമ്പേഴ്സ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അക്കങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോവുക. പിന്നെ പറയുന്നത് 1947 എന്നുള്ള സംഖ്യ എങ്ങനെയാണ് സംസ്കൃതത്തിലേക്ക് വരുന്നത് എന്ന് നോക്കാം. 1947 എന്ന് പറയുന്ന സംഖ്യ കാണുന്നുണ്ടല്ലോ. യെസ്, ഇതെങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് 47 എന്നുള്ളതിന് 4 നമ്മൾ എന്ത് പറയും? 4 ചത്വാരി അല്ലെ. 40 എന്ത് പറയും? ചത്വാരിംശത്. അപ്പൊ 47 എന്ന് പറയുന്നത് 40 കൂട്ടണം 7 ആണല്ലോ. ഇപ്പൊ ചത്വാരിംശത്ത് അല്ലെ, സപ്ത ചത്വാരിംശത്ത്. പിന്നെ അവിടെ നമ്മൾ എന്ത് കൂട്ടും? അധിക എന്നൊരു വാക്ക് കൂട്ടും. അധികം എന്ന് പറഞ്ഞാൽ കൂട്ടണം, പ്ലസ് എന്നുള്ള ചിഹ്നമാണ് കേട്ടോ. അധികം എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പൊ സപ്ത ചത്വാരിംശത്ത് അധിക. പിന്നെ പറയേണ്ടത് 900 ആണ്. 900 അല്ലെ. അപ്പൊ ശതം എന്ന് പറഞ്ഞാൽ 100 ആണ്. 900 എന്ന് പറയുമ്പോൾ 900 ആണ് എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. 900. അപ്പൊ നവശത, അതിന്റെ കൂടെ നമ്മൾ കൂട്ടുന്നത് ഉത്തരം എന്നൊരു വാക്ക് നമ്മൾ കൂട്ടും. ഉത്തരമായിട്ട് കേട്ടോ, ഉത്തരം എന്നൊരു വാക്ക് കൂടി കൂട്ടും. അതിനുശേഷം സഹസ്രം 1000 അല്ലെ. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? സപ്ത ചത്വാരിംശത്ത് അധിക. കണ്ടോ, സപ്ത ചത്വാരിംശത്ത് എന്ന് പറഞ്ഞാൽ 47 കൂട്ടണം, അധികം എന്ന് പറഞ്ഞാൽ കൂട്ടണം. പിന്നെന്താണ് പറഞ്ഞത്? നവശത, ഇപ്പൊ 900 ഉത്തരം പ്ലസ് സഹസ്രം 1000. ഇങ്ങനെയാണ് എഴുതേണ്ടത്. സപ്ത ചത്വാരിംശതധിക നവശത ഉത്തര സഹസ്രം. അത് കൂട്ടി എഴുതുന്ന സമയത്താണ് സപ്ത ചത്വാരിംശതധിക നവശതോത്തര സഹസ്രം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ മക്കളെ? അതുപോലെയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് എഴുതാറ്? ഇതെങ്ങനെ എഴുതും? ഇപ്പൊ എങ്ങനെയാണ് ഈ ഭാഗം നമുക്ക് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കാം അല്ലെ. ഇവിടെ 1947 നമ്മളിപ്പോ എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം 1947 അല്ലെ, 1947 അതിപ്പോ പറഞ്ഞതായത് കൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ എടുക്കുന്നില്ല. അതിനുശേഷമുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു പോകാം. അതെങ്ങനെയാണ് നോക്കുക? എത്രയാണ് നമ്പർ എങ്ങനെ നോക്കും? നേരത്തെ നമ്പർ നെയിംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി എത്രയാണെന്നുള്ളത്. ഇപ്പൊ 1900 പിന്നെ 1956 ആണ് കേട്ടോ. 1956. യെസ്, 1956 എങ്ങനെ എഴുതുന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം. 56 എന്ന് പറയുന്ന സമയത്ത് 50 നമ്മൾ എന്ത് പറയും? പഞ്ചാശത് അല്ലെ. ഇപ്പൊ ഷഡ് പഞ്ചാശത് എന്നാണ് പറയുക. അധിക, അതുകൂടി ചേർക്കണേ. ഷഡ് പഞ്ചാശതധിക എത്രയാണ്? 19. 19 എന്ന് പറയുമ്പോൾ 1900 ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ നവശതോത്തര സഹസ്രം. യെസ്, മനസ്സിലായല്ലോ?
षट्पञ्चाशदधिक नवशतोत्तर सहस्രം. ഇനി അടുത്തത് 2014 വരിക. 2014 ഇതെങ്ങനെ എഴുതും? 2014 എന്നുള്ളത് ആദ്യം 14 എഴുതണം അല്ലെ? നമുക്കറിയാം ഏകാദശ, ദ്വാദശ, ത്രയോദശ, ചതുർദശ. അപ്പൊ അത് ആദ്യം എഴുതുക. ചതുർദശാധിക എത്രയാണ്? 2000 എന്ത് പറയും? 2000 ദ്വിസഹസ്രം കേട്ടോ. ദ്വിസഹസ്രം. മനസ്സിലായല്ലോ മക്കളെ? ഇപ്പൊ 2024 അടുത്തത്. ഇപ്പൊ 2024 അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞത് 2014 അതുപോലെ 2025 24 അല്ല 25. 2025 എങ്ങനെ പറയും? 25 എന്നുള്ളത് എങ്ങനെ പറയും? പഞ്ചവിംശതി അല്ലെ? പഞ്ചവിംശത്യധിക ഇങ്ങനെ പറയും. പഞ്ചവിംശത്യധിക ദ്വിസഹസ്രം 2025. മനസ്സിലായല്ലോ? ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് സംഖ്യകൾ എഴുതി പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ.